ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മഴ പെയ്ത് തുടങ്ങുന്ന സമയത്ത് ഈച്ചയും കൊതുകും ചെറുപ്രാണികളുടെ ഒക്കെ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ കിഡിലെ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു തുളസിയിലും വളർത്താൻ ശ്രമിക്കുക. കാരണം ഈ തുളസിയാണെങ്കിൽ ഈ മൊസ്കിറ്റോയും ചെറു പ്രാണികളെയൊക്കെ അകറ്റി നിർത്താൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. തുളസിയുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ സ്മെല്ലൊന്നും ചെറുപ്രാണികൾക്കും കൊതുകിനും ഒന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അതൊന്നും ആ പരിസരത്ത് പോലും അടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ്, ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ വേപ്പെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ ബൗളെടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടായി വരുമ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് ക്ലോവാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചൂടാക്കുമ്പോൾ ആ കാപ്പിപ്പൊടി ചൂടായിട്ട് പെട്ടെന്ന് ആ എഫക്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. സമയം കൊണ്ട് ഒരു സവാള എടുക്കുന്നു. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതിവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്. അതുപോലെ ആ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നെല്ലാം ഒന്ന് ഇളക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുവട് ലെവലാക്കി എടുക്കണം. അത് സവാള ഉൾപ്പെടെ വെട്ടരുത്. അതിൻ്റെ ആ വേര് പോലിരിക്കുന്ന പാട്ട് മാത്രം ഒന്ന് വെട്ടിക്കളയുന്നേ ഉള്ളൂ. ഒന്ന് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സവാളയുടെ മുകൾ ഭാഗം വെട്ടി മാറ്റില്ല. ആ ഭാഗത്ത് ഒരു കുഴി പോലെ ഉണ്ടാകുന്നുണ്ട്. ആദ്യം പിച്ചാത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ നല്ല കുഴിയായിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടൻ്റായ അലിസിനാണേൽ ഈ ചെറിയ പ്രാണികളെയും മോസ്കിറ്റയും ബഗ്സിനെയും ഒക്കെ അകറ്റി നിർത്താനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കൊതുകിനെ ഓടിക്കാനുള്ളത്, ഈച്ചയും പാറ്റയൊക്കെ ഓടിക്കാനുള്ളതൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കയറി കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാവുന്നതാണ്. എന്നിട്ട് നമ്മളുണ്ടാക്കിയ ആ കോഫി പൗഡറും ഓയിലൂടെയുള്ള ആ മിക്സ് ഒന്ന് ആ സവാളയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് സവാള എല്ലാ റൂമിലും ഒന്ന് കൊണ്ടുപോകാവുന്നതാണ്. കാരണം ഈ കോഫി പൗഡറിൻ്റെയും സൾഫറിൻ്റെയും ഒക്കെ ആ സ്മെല്ല് ചെറിയ പ്രാണികളൊക്കെ അകറ്റി നിർത്തും. ചെറു പ്രാണികളും കൊതുകും ബഗ്സും ഒക്കെ ആണെങ്കിൽ ഈ മുക്കിന് മൂലയിലൊക്കെ ആയിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അതുപോലെ കട്ടൻ്റെ പുറയിലൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ അതിനെല്ലാം അകറ്റി നിർത്തും കേട്ടോ. മൂന്നാമത്തെ ടിപ്പ്, ഉണ്ടാക്കിയ കാപ്പിപ്പൊടി ഓയിലൂടെയുള്ള മിക്സിലേക്ക് 2 കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. മൺചിരാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ കാപ്പിപ്പൊടിയും ഓയിലും കർപ്പൂരോടുള്ള ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തിരി ഇട്ടിട്ട് കത്തിച്ചിട്ട് റൂമിലെല്ലാം ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വളരെ എഫക്റ്റീവായിട്ട് തന്നെ കൊതുകിനെയും ഈച്ചയും പ്രാണികളെയും ഒക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. സന്ധ്യാസമയത്ത് അതുപോലെ
വെളുപ്പിനെയുള്ള സമയത്തും ആയിരിക്കും കൊതുക് കൂടുതൽ ശല്യം ചെയ്യുന്നത്. ആ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാൻ മറക്കരുത്. നാലാമത്തെ ടിപ്പ്, ഇപ്പോൾ എപ്പോഴും നമുക്ക് മോസ്കിറ്റോ റിപ്പലൻ്റ് മേടിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പ്രാക്ടിക്കലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മിശ്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് കയ്യിൽ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ കാലയിൽ നമ്മൾ സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തെല്ലാം ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഈ കൊതുകടിയിൽ നിന്നൊക്കെ ഒരുവിധം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സ്കിൻ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് കയ്യിലൊന്ന് തൂത്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. അടുത്ത 5ാമത്തെ ടിപ്പ്, ഞാനിവിടെ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. ചായയൊക്കെ അരിക്കുന്ന അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ എടുക്കണം. ഇതുകൊണ്ടൊരു കിഡിലൊരു ഐഡിയ തന്നെയുണ്ട്. ഒരു ബൗൾ എടുത്തു, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂണ് ചൂടായിട്ടുള്ള വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ അരിപ്പയുടെ ഉപയോഗം. ഈ അരിപ്പ കൊണ്ട് ഈ നമ്മൾ എടുത്തേക്കുന്ന ആ മിക്സിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കറക്കി എടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ടുള്ള കോഫിയുടെ മിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കോഫി ഉണ്ടാക്കാം. ഇതുമല്ലെങ്കിൽ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താൽ നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ കിട്ടുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് ഇതുപോലൊരു അരിപ്പ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കാരണം ആ അരിപ്പ നല്ല വിസ്താരത്തിലുള്ള നല്ല വൈഡായിട്ടുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് നമുക്ക് ഒറ്റ കറക്കത്തിൽ തന്നെ കൂടുതൽ സർഫസ് ഏരിയ കവർ ചെയ്ത് അത് ക്രീമി ആയിട്ട് ആകാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കൊരു അടിപൊളി ഒരു കോഫി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊരു കോഫി ഉണ്ടാക്കി കുടിക്കാം. തന്നെയല്ല ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ മഴയത്തൊന്ന് കോഫിയൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ കോഫിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നല്ല ചൂട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ടോപ്പിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്രീമായിട്ടുള്ള കോഫിയുടെ മിക്സ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ നല്ല തണുപ്പുള്ള മഴയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ കുടിക്കാൻ വളരെ രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.